തോരന് നമുക്കൊരു മുട്ട മസാല ഉണ്ടാക്കാമേ. മസാല തോരന് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മുട്ട എടുക്കുന്നുള്ളൂ ഒരാൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 മുട്ടയോ ഉപയോഗിക്കാം. അപ്പോൾ അതിനനുസരിച്ച് സാധനങ്ങളുടെ എണ്ണവും കൂട്ടാമേ. ഇതിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ആ ഒരു മുട്ട ഞാനൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാമേ. അതിനുശേഷം ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് അതിനകത്തോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടൊരു നുള്ളു കടുകിട്ട് പൊട്ടിക്കുവാണ്. അതിനുശേഷം ഞാനൊരു മീഡിയം സവോളയും പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കരിയാപ്പിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഒന്ന് വഴലാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മുടെ മസാല ഒന്ന് ജസ്റ്റ് എല്ലാത്തിലും പിടിച്ച് ഒന്ന് ഡ്രൈ ആവട്ടെ. ഒരു സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ തേങ്ങയും കൂടുതൽ മുട്ട ഇട്ട് കൊടുക്കാം. കൂടുതൽ പേർക്കുള്ളതാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാമേ. 2 മിനിറ്റ് ആയപ്പോൾ ഞാൻ അടിച്ച് വെച്ച മുട്ട ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വേവാൻ വെയിറ്റ് ചെയ്യാമേ. ഇത് കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാമേ. നമ്മുടെ മുട്ടത്തോരൻ റെഡിയായി. വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു 2 മിനിറ്റ് പോലും ഇല്ല. വേഗം ട്രൈ ചെയ്ത് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിച്ച് നോക്കാമേ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു. മുട്ടത്തോരൻ ചപ്പാത്തിയോടൊക്കെ വളരെ ടേസ്റ്റിയാണ്. പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഈ ചപ്പാത്തിക്കകത്ത് വെച്ച് ചുരുട്ടിക്കൊണ്ട് പോകാം. അവർക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.